മായാതീത സ്വരൂപിണി അംബ മായാതീത സ്വരൂപിണി അംബ മായാതീത സ്വരൂപിണി നനു ബ്രോവവേ അംബ മായാതീത സ്വരൂപിണി. ഇത് എൻ്റെ മ്യൂസിക് സാറാണ്, രാജീവ് സർ. നമ്മൾ സൂപ്പർ അമ്മയും മകളുടെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്, ടോപ്പ് 5. അപ്പോൾ സാറിന് എന്നെക്കുറിച്ച് എന്താ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? വൈഗ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. 5 വർഷത്തോളമായിട്ട് എൻ്റെ അടുത്ത് പാട്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ അമൃത TV-യുടെ സൂപ്പർ അമ്മയും മകളും എന്ന പരിപാടിയിൽ നിങ്ങൾ ഫൈനലിൽ എത്തിയതറിഞ്ഞു വലിയ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ നിങ്ങൾ തന്നെ വിജയികളാവാനായിട്ട് ആശംസ. സാറിൻ്റെ അനുഗ്രഹം വേണം. എല്ലാ അനുഗ്രഹമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിൽ എൻ്റെ വീട്ടിലാണ്. കണ്ണൂർ മുണ്ടയാട് ആണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് അമ്മ. അമ്മയെ നിങ്ങൾ ചില എപ്പിസോഡ്സൊക്കെ കണ്ടു കാണും. പിന്നെ ഇത് ഏട്ടൻ്റെ ഭാര്യ, ഇത് വാവ. പിന്നെ 2 ബ്രദേഴ്സാണ് എനിക്കുള്ളത്. 2 ബ്രദേഴ്സും മിസ് ചെയ്ത് ഈ ഒരു സമയത്ത് ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഏട്ടൻ ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു അയ്യപ്പൻ്റെ റൗണ്ടിൽ. മുലിവരിലും അയ്യപ്പനും വരുമ്പം ഈശ്വര, ദാറ്റ് വാസ് ദ സർപ്രൈസ്. ഫൈനൽസിലെത്തി ഞങ്ങളിപ്പോൾ, ടോപ്പ് 5-ലെത്തി. അപ്പോൾ 5 നമ്മൾ സ്റ്റാർട്ടിങ്, ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു കൊല്ലമായി ഈ ഒരു ജേണി. സ്റ്റാർട്ടിങ് ഒഡീഷന് പോയ സമയത്ത് ഒരു ഹോപ്പും ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അമ്മക്ക് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഫിനാലയിലെത്തും വെച്ചിന്. ഒരിക്കലും ഈ ഒരു ഏജിൽ ഞാനൊരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം അത് അമ്മ പറഞ്ഞത് സത്യമാണ്. വന്ന സമയത്ത് അഭിനയിക്കാനെ പഠിച്ചത് കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നു അമ്മ ഏറ്റവും കൂടുതൽ ഷോക്കായിട്ടിരുന്നു. ഞാൻ ആ ഫ്ലോറിൽ ഒരു ആസിഡ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിങ് ഞാൻ ജീവിതത്തിൽ ആക്ടിങ്ങും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഡാൻസ് കളിക്കുള്ളൂ അതൊക്കെ, പക്ഷെ അഭിനയത്തിന് പിന്നെ മറ്റേ പിന്നെ സ്മാർട്ടായിട്ട് വന്നത്. ഇപ്പം ഞാൻ പറയാം, അമൃത ക്രൂ അല്ലെങ്കിൽ അമൃത ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷോയുടെ ഡയറക്ടർ, കാരണം ഓരോ ഷെഡ്യൂളിൽ ഓരോ ടാസ്ക്കാണ്. നമ്മളെ കൊണ്ട് മാക്സിമം എല്ലാ ടൈം. അപ്പോൾ അതൊരു ഫുൾ, ഞാൻ ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ വെറും ഒരു ഡാൻസറായിട്ട് വന്ന ഫ്ലോറിൽ അവിടെ ഇപ്പോൾ ഡാൻസറായി ആക്ട് ചെയ്തു, പിന്നെ കോമഡി ചെയ്തു, പിന്നെ ഒരു സിറ്റിസൺ ജേർണലിസ്റ്റും ചെയ്തു, പിന്നെ ഒരു ഔട്ട്ഡോർ മീൻകാരിയായി, പിന്നെ ഒരു കഥ പറയൽ. അപ്പം കുറേ ഞങ്ങൾക്ക് അപ്പം ഒരു മനുഷ്യന് ഇത്രയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്കൊരു അല്ലെങ്കിൽ ഉള്ളിലുള്ള കഴിവ് പുറത്ത് കൊണ്ടുവന്നത് അമൃത ടീം, എൻ്റെ ഷോ ഡയറക്ടറാണ്. അപ്പോൾ ഫുൾ ടീമിന് ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക് യു പറയുന്നു. അമ്മ എൻ്റെ പ്രായത്തിലായ സമയത്ത് അമ്മ എങ്ങനെയായിരുന്നു? രാവിലെയൊക്കെ എണീച്ച് പഠിക്കുമോ? ഓ, പഠിക്കാൻ പറയേ വേണ്ട. പുസ്തകം ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ മറക്കിയിട്ട് ഇങ്ങനെ പഠിക്കും. ഞാൻ പഠിക്കുന്നതിന് എനിക്ക് സാധാരണ ആരും കാണാൻ പാടില്ല ഓള് പഠിക്കുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ നല്ലോണം പഠിപ്പ്, ഡാൻസ്. ഞാൻ ചോദിക്കട്ടെ, അതാ എനിക്കുള്ള ഞങ്ങളെ കുറെ ഷോസ് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് പറയാം? വേറെ അമ്മയും മോളുമായിട്ട് ഒരു അമ്മയും മോളെ തന്നെ ഉള്ളത് അത് കണ്ടിട്ട് വല്ലാതെ ഫീൽ ആയിപ്പോയി. ഞാനും ഇരുന്ന് കരഞ്ഞു പോയി. ഇത് നമ്മൾ 2 പേരുടെ ഫോട്ടോ. ഇത് ഞാനും അമ്മയും. ഓർമ്മകളില്ലാതെ ജീവിക്കുക, അതും ജീവിക്കുകയാണെന്നറിയാതെ കഴിഞ്ഞുകൂടുക, ഈ അവസ്ഥയാണ് അൽഷിമേഴ്സ്. ഇറ്റ് വാസ് ലൈക്ക് ലുക്കിംഗ് ഇൻ ടു എ മിറർ. ഞാൻ എന്നെ നോക്കിയത്. ഇനി ഞങ്ങൾക്ക് ഇനി ഫിനാലയിലൊക്കെ പ്രിപ്പറേഷൻ ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ റൗണ്ട്സ് ആണെന്നുള്ളത് ഞങ്ങളിങ്ങനെ അതിൻ്റെ പ്രാക്ടീസ് സെഷൻ നടക്കുന്നതാണ്. നോക്കാം എന്താണെന്നുള്ളത്.